welcome back to my YouTube channel. This is Tejsaga. You watching Tejsaga Diaries. ധാരാളം സന്തോഷത്തിലത് ഗൈസ്. സംഭവം നിങ്ങൾക്ക് എന്താണ് എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഒരു സസ്പെൻസ് വെക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനം വാങ്ങാൻ പോവാണ്. എനിക്കറിയില്ല, സന്തോഷം കൊണ്ട് ഞാൻ എന്തൊക്കെ കാട്ടുന്നു. വാങ്ങാൻ പോവാണ്, എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് പോയിട്ട് വാങ്ങണം. പിന്നെ അത് തുറക്കുന്ന സമയത്ത് കൈയൊന്ന് വൃത്തിക്കാവാൻ നെയിൽ പോളിഷ് എങ്കിലും നേരെ അടിക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അത് ഞാൻ മറന്നു. ഇമോഷണൽ, എനിക്കറിയില്ല. പോവാം ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. എൻ്റെ ഐപാഡ് അവിടെ വെച്ചിട്ടുണ്ട്. അത് ഗ്രേ കളറാണ്, പക്ഷെ എനിക്ക് പർപ്പിൾ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ കുഴപ്പമില്ല, പൊട്ടിച്ചിട്ടില്ല. ശരി, പുതിയതാണ്. അപ്പോൾ ഗൈസ്, പൈസ കൊടുക്കുന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സാധനം വാങ്ങുന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്, പക്ഷേ പൈസ കൊടുക്കാൻ നല്ല സങ്കടമുണ്ട്. പിന്നെ ഈ ഐപാഡ് ആരെങ്കിലും സ്പോൺസർ ചെയ്യണം തോന്നുകയാണെങ്കിൽ താഴെ പറഞ്ഞാൽ മതി, ഞാൻ ഇൻസ്റ്റയിൽ DM ചെയ്യാം, എനിക്ക് പൈസ അയച്ചു നൽകും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ബക്കറ്റ് ലിസ്റ്റത്തെ സാധനം കിട്ടുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷെ നമ്മളായിട്ട് നമുക്ക് വേണ്ടി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ശരിക്കും സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഞാൻ വേണം വിചാരിക്കുമ്പോൾ എനിക്ക് വാങ്ങാൻ പറ്റുന്നു. ഗൈസ്, എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല. 11 ഇഞ്ചസിൻ്റെ ആണ് ഐപാഡ് എയർ M2 എന്ന് വെച്ചാൽ അത് കുറച്ച് മുന്നത്തെയാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ ആഗ്രഹത്തിനും പിന്നെ എൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാം. ഷോർട്സ് ഞാൻ ചെയ്യില്ല, അപ്പോൾ ഇൻഷോർട്ട് അതിനകത്ത് വലുതായി കാണും. അങ്ങനെ എനിക്കില്ലേ എപ്പോഴും എഴുതാൻ തോന്നും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, എൻ്റെ ഉള്ളിൽ ഒരു വലിയ ഒരു എഴുത്തുകാരിയുണ്ട്. അത് എനിക്ക് ഫോണിൽ എഴുതുമ്പം എൻ്റെ വലിയ ചിന്തകൾ ഞാൻ ചുരുക്കുന്ന പോലെ എനിക്ക് തോന്നുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് നിറയെ സ്ഥലം വേണം. എന്നാൽ ബുക്കിലൊക്കെ എഴുതുമ്പം തെറ്റുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ എനിക്കതെൻ്റെ ക്രിയേറ്റിവിറ്റിനെ വെട്ടണ പോലെ തോന്നുന്നു. അങ്ങനെ ഞാൻ ഇത് വാങ്ങി. ഇനി നമുക്കിത് പുറത്ത് പോയിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കാപ്പി കുടിക്കുന്ന അങ്ങോട്ട് പോയിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ കോഫിയും കൂടെ കുടിച്ച് അൺബോക്സ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നും. എനിക്ക് നല്ല സന്തോഷം. ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് കരുതി സന്തോഷിക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ ഐപാഡ് അൺബോക്സ് ചെയ്യാൻ പോകണം. ആക്ച്വലി ഞാൻ എൻ്റെ ഐഫോൺ വാങ്ങിച്ചത് എപ്പോഴാന്ന് വെച്ചാൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് പൈസ കിട്ടിയതിന് ശേഷം. പിന്നെ ഐഫോൺ മാത്രം വാങ്ങി, വേറെ എനിക്ക് അങ്ങനെ ഗാഡ്ജറ്റ്സ് എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ വലിയ താല്പര്യം. പിന്നെ ക്യാമറയും സാധനമൊക്കെ വാങ്ങി, പക്ഷെ അതൊക്കെ എനിക്ക് ലൈക്ക് നെസസറി ആയിരുന്നു, ആവശ്യമായിരുന്നു, ബേസിക് ആയിരുന്നു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഇതും നെസസറി ആണ്. എന്നാലും എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ എന്തൊക്കെ പിച്ചും പേയാ പറയണത്, കാരണം എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇത് നമ്മൾ വലിച്ചു തുറക്കണം. അപ്പോൾ ഗൈസ്, നല്ല സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള സൗണ്ട്. ഐഫോണിൻ്റെ കുഞ്ഞു തല്ലിങ്ങനെ ആക്കിയത് വലുത് തീരണേ ഇല്ല. ഞാൻ കരയും. സെൽഫ് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല പരിപാടി. അപ്പോൾ എല്ലാം വാങ്ങാം. ഇത് എന്റെയാന്ന് എനിക്ക് ഓർക്കും. എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. വലുത് വലുപ്പുണ്ട്. ശരി, ഇത് ഓണാക്കാം. മേളിലാണ് ഓണാക്കേണ്ട സ്വിച്ച്. എന്താ വരാത്ത? പക്ഷെ നല്ല രസം കേട്ടോ, കണ്ണാടി പോലെ വലുത്. ബാക്കില് ചന്തണ്ടടാ കാണാൻ. ഗ്രേ രസം ഉണ്ടാവില്ല, പക്ഷെ കൊള്ളാം. നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ, ഭയങ്കര ഫീലാണ്. ഞാൻ എന്നെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു. ഇല്ല, ഇതിപ്പോ ലാസ്റ്റ് എല്ലാരും ഞാൻ എന്നെ തന്നെ പൊക്കി പറയുന്ന വീഡിയോ ഇത്. പക്ഷെ ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ്. അയ്യോ, ഇത് സെറ്റ് ചെയ്യാനുണ്ട്. ആക്ച്വലി കയ്യിൽ പിടിക്കുമ്പോഴൊരു ഭയങ്കര ഗാംഭീര്യം. ആലോചിച്ച് നോക്ക്, സാധാരണ ഞാൻ ഇവിടെ മെഗ്ഡിയിൽ വരുമ്പം ചുമ്മാ ഒരു ബുക്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യും, എന്നിട്ട് കാപ്പി കുടിക്കാനും ചെയ്യാം. എന്തെൻ്റെ ലെവല്, ഞാൻ ഇങ്ങനെ വന്നിരിക്കും ഇവിടെ.
ഗൈസ് അങ്ങനെ എല്ലാ സെറ്റിങ്സും ചെയ്തു തരാൻ വേണ്ടി എക്സ്പേർട്ടിന്റെ ആവശ്യം വന്നു. അയ്യോ അയ്യോ അത് പ്രശ്നമാവൂലോ. ശരി, നിനക്ക് എന്ത് തോന്നുന്നു ഞാൻ ഐപാഡ് വാങ്ങിച്ചപ്പോ? അതായത് ഇത് കൊള്ളാം, നീ ഇതിൽ എഡിറ്റ് ചെയ്താൽ മതി. ഷോർട്സ് ഗൈസ്, ഈ ആളാണ് നമ്മുടെ ക്യാമറയുടെ പുറകെ, പക്ഷെ ഇപ്പൊ വേറൊരാളാണ് പുറകെ, അത് സീക്രട്ടാണ്. അപ്പോൾ ഈ ആള് എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മോനാണ്. ഈ അമ്മയ്ക്കും പപ്പയ്ക്കും ചേച്ചിക്കും കാണിച്ചു, പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. അവർ എന്തോ സ്ലേറ്റ് വാങ്ങിയ പോലെ പക്ഷെ എനിക്ക് നല്ല സന്തോഷമുണ്ട്, എനിക്കത് ഇങ്ങനെ നോക്കണം നല്ല. ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ നോക്കാം. ഐപാഡ് കണ്ട സന്തോഷത്തിൽ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല. അഡാപ്റ്റർ ഉണ്ട്, വളരെ നല്ല കാര്യം. സാധാരണ മറ്റേ അഡാപ്റ്റർ തരികയില്ലല്ലോ. ഇല്ലല്ലോ, ഇത് രണ്ടും ഉണ്ട്. എനിക്ക് ഭാഗ്യം തന്നെ. ഇനി കുറേ പേപ്പർ ഉണ്ട്. ഇനി ഇത് തുറക്കണ്ടേ? ഇത് തുറക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വെറുതെ പറ്റിക്കുക. ഞാൻ പെട്ടിൻ്റെ വലിപ്പം കണ്ടപ്പോൾ എന്തൊക്കെ ഉണ്ട് വിചാരിച്ചു. ഇത് ഏറ്റവും മുകളിൽ മറ്റേ നൂല് പോലെ ഒരു സാധനം വെച്ച് അടിയിൽ വെറു ഷോ. ഞാൻ അതിനുള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു. വേണ്ട, സാരില്ല. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി സ്ക്രീൻ കാർഡും ഇതിന് മറ്റേ കവറും വാങ്ങണം, പെന്ന് വാങ്ങണം, പെൻസിൽ വാങ്ങണം. പക്ഷെ അതിന് കുറച്ച് പൈസ ഉണ്ട്. അപ്സരൻ്റെ പെൻസിൽ അതിൽ കുത്തി വരയ്ക്കുക, എന്നിട്ട് അത് നേടാക്കാൻ നാളെ വരും. അത് ഇന്ന് വാങ്ങാൻ പോകണമെങ്കിൽ ഞാൻ അതും കൂടെ വ്ളോഗ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് വീട്ടിലെല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. വീട്ടിൽ ഓൾറെഡി അറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് ഐപാഡ് വാങ്ങണം. അപ്പോൾ നോക്കുന്ന വലിയ പ്രശ്നമൊന്നുമില്ല. മുന്നേ മറ്റേ ഐഫോൺ വാങ്ങിച്ചുകൊണ്ട് പ്രാങ്ക് ചെയ്തില്ല, അത് നല്ല പ്രശ്നമായിരുന്നു. പിന്നെ ഞാൻ ഇവരിത്തവണ ഐപാഡ് വേണം പറയുമ്പോൾ നോ പറയുന്നു. പക്ഷെ നോക്കണം, ഞാൻ പറഞ്ഞില്ല, എനിക്ക് കാര്യങ്ങൾ നോട്ട് ചെയ്യാനും എനിക്ക് പ്ലാൻ ചെയ്യാനും എനിക്ക് കോണ്ടന്റ് എഴുതാനും പിന്നെ ജീവിതത്തിനെ പറ്റിയുള്ള പ്ലാനിങ് ഒക്കെ എഴുതാനൊക്കെയാണെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് വീണു. ഓക്കെ, പൈസ പറഞ്ഞു. പിന്നെ അവർക്ക് ചിലവില്ലല്ലോ. ഗൈസ് ആണ് നമ്മൾ പാലക്കാട് മൊബൈൽ ആക്സസറീസ് ഒക്കെ കിട്ടുന്ന ഒരു കടയിൽ പോവാണ്. സ്ക്രീൻ കാർഡും ഐപാഡിൻ്റെ ആ ഒരു കവറ് കേസും കൂടെ വാങ്ങാനാണ് പോകുന്നത്. കാരണം ഐഫോണിൻ്റെ ഓതറൈസ്ഡ് സെല്ലേഴ്സിൻ്റെ ഔട്ട്ലെറ്റിൽ പോയ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിറയെ പൈസയാവും. അപ്പോൾ ഓൾറെഡി ഇത് വാങ്ങാൻ കുറേ പൈസ ആയതുകൊണ്ട് നമുക്ക് വില കുറഞ്ഞ സ്ഥലത്ത് പോകും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്നാണ് എൻ്റെ ഫോൺ കേസൊക്കെ വാങ്ങിയത്. ഗൈസ് നമ്മൾ ഐപാഡിൻ്റെ ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും കവർ ഒട്ടിക്കുകയാണ്. അത് നല്ലതാവാണ്, സ്ക്രാച്ച് വരാണ്ടിരിക്കണം. അല്ലേ ഗൈസ്, ഇപ്പോൾ എൻ്റെ ഐപാഡ് ഗ്ലോസി തിളങ്ങുന്നുണ്ടോ? ഹായ് ഹായ്, നല്ല മിനുസുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇനി ഫോൺ കേസും ഫോൺ കേസില്ല, ഐപാഡിൻ്റെ കേസും പിന്നെ പെൻസിലും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ അവിടെ പോവാം. ഈ ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് സെല്ലേഴ്സിൻ്റെ അവിടെ പോകാൻ പക്ഷെ നല്ല വിലയാവും. പക്ഷെ പോയി നോക്കാം. പെൻസിൽ എന്തായാലും നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങണം. വേറെ ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ പെൻസിൽ കിട്ടും ഒരു 1500-ന്. പക്ഷെ അതിൻ്റെ റിവ്യൂസ് നോക്കുമ്പോൾ ലൈക്ക് ആ പൈസക്ക് വേർത്താണ്. പക്ഷെ എന്ന് വെച്ചാൽ ചെരിച്ച് എഴുതുമ്പോൾ ഒന്നും കിട്ടില്ല, ഒരു കൺവീനിയൻസ് കുറവ് പോലെ. എനിക്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എനിക്ക് ദേഷ്യം വരും. ഒരു സാധനം നടക്കുമ്പോൾ പ്രോപ്പറായി നടക്കണ്ടേ. അപ്പോൾ എത്ര വില നോക്കാം. ചിലപ്പോൾ എനിക്ക് ഹർട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇന്ന് വാങ്ങില്ല, ഇല്ലെങ്കിൽ നമ്മൾ അതും വാങ്ങും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. ഗൈസ് കണ്ടു ഗൈസ്, എൻ്റെ പുതിയ വണ്ടീൻ്റെ സെറ്റപ്പാണ്. ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു വണ്ടി. അതെ, ഇവിടെ ഇങ്ങനെ കൈ വെക്കുക. ഇപ്പം എനിക്കാണെങ്കിലും അതിനാണ് ഇത്. ഇവിടെ ഈ ഒരു കേസ് കണ്ടു, ഇത് നല്ല രസമുണ്ട്. കുറേ രീതിക്ക് മടക്കാം, ട്രയാങ്കിളായിട്ട് മടക്കാം. പക്ഷെ എനിക്ക് ബ്ലാക്ക് മതി തോന്നുന്നു. ബ്ലാക്ക് ചോദിച്ചു. ഓക്കെ, പക്ഷേ ഇതൊക്കെ നോക്കാം. അതിൽ നല്ല രസമുണ്ട്. ഗൈസ് നമ്മളങ്ങനെ ഇവിടെ നിന്ന് വേറെ 2 കടയിൽ പോയി പക്ഷെ ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകും കേട്ടോ. ഒന്ന് ബ്ലാക്ക് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ചേച്ചി എനിക്കിപ്പോൾ കവറിട്ട് തരും. പെൻസിൽ മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല, അത് നാളെ കിട്ടും. ഗൈസ് അങ്ങനെ തന്നെയാണ് ഈ കേസാണ് എടുത്തത്. ഇതിൻ്റെ ബാക്കിൽ മാറ്റ് ഫിനിഷ് ആയി. നേരത്തെ ഗ്ലോസി പറഞ്ഞ തുള്ളിപ്പം മാറ്റ് കൊണ്ട് കവറായി. അത് നേരത്തെ മാറ്റ് ഇട്ടാൽ മതിയായിരുന്നു. ഇത് എനിക്കിഷ്ടപ്പെട്ടു. ആക്ച്വലി ഐപാഡ് വാങ്ങുമ്പം ഈ സാധനം ഇങ്ങനെ ചെയ്യും. സിനിമയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ ഇതിലിങ്ങനെ ചിത്രം വരയ്ക്കും, ഇങ്ങനെ ഇരുന്നു. ഞാൻ ഇത് വാങ്ങി. ഇനി ആകെ പെന്ന് മാത്രമേ പെൻഡിങ്ങുള്ളൂ. ആ പെന്ന് നമുക്ക് നാളെ കിട്ടും. നമ്മൾ ഐപാഡ് വാങ്ങിയില്ലേ, BJ ഇലക്ട്രോണിക്സ്, അവിടെ നിന്ന് അത് വാങ്ങിയത്. അവർ തന്നെ നമുക്ക് പെന്നും, പക്ഷേ പെന്നല്ല പെൻസിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അതും കൂടെ നാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെർഫെക്റ്റ്. അപ്പം അത്രേ ഉള്ളൂ. ബിൽ ചെയ്ത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് കൈ
ഗൈസ് അപ്പോൾ ഞാൻ വീടെത്തി. എൻ്റെ ഐപാഡ് എൻ്റെ കയ്യിലുണ്ട്. എല്ലാം കൂടെ എനിക്ക് പിടിക്കാൻ സ്ഥലം അവിടെ അമ്മ. ഹലോ ഗായ്സ്, പിന്നെ എന്ത് വാങ്ങുന്നു പണ്ടേ അവിടെ നിന്ന് പോയത്. എടുക്ക് പിടിക്ക്. ആ കവറൊക്കെ വാങ്ങി എല്ലാം ഇട്ട് സെറ്റപ്പ്. എങ്ങനെയുണ്ട്? പണ്ടത്തെ നോട്ട്ബുക്ക് പോലെ തുറക്കാം. ഞാൻ സത്യം പറയട്ടെ, ഞാൻ പറഞ്ഞു വീട്ടിൽ കാണിച്ചു കൊടുത്ത ഹയ്യേ സ്ലേറ്റ് പറഞ്ഞിട്ട് അമ്മ പറയും. വീട്ടിലെല്ലാവരും അങ്ങനെ പറയും. ഇതിപ്പോൾ നോട്ട്ബുക്ക് പുരോഗമനുണ്ട് സ്ലേറ്റിന്ന്. എങ്ങനെയുണ്ട്? നന്നായിട്ട്. ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ണ് വേദനിക്കില്ല. ഇൻഷോട്ടില് ഷോർട്സ് ഒക്കെ. പിന്നെ വലിയ സ്ക്രീൻ ആകുമ്പോൾ കണ്ണ് വേദനിക്കുമോ ചെറുതിൽ നിന്ന് വലുതിക്ക് പോകുമ്പോൾ? ആ ശരി അവൾക്ക് കാണിച്ചു കൊടുക്ക്. വാ, നിനക്ക് ആരെ ഇപ്പം ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഇട്ടാൻ പഠിപ്പിച്ചെന്ന്? ആ അമ്മയാത്ര ഗുരു. എങ്ങനെയുണ്ട് എൻ്റെ ഐപാഡ്? നന്നായിട്ടുണ്ട്. കാണുമ്പോ എങ്ങനെയുണ്ട്? കാണുമ്പോ വലിയൊരു സാധനം. അതെ, ഒരു പണം പോയി പവർ വന്നില്ലേ? അത് വന്നോ? എല്ലായിടത്തും ഇനി പോയിടും. ബാഗിലിടും. ബാഗിൽ കണ്ട ആപ്പിൾ. ആ ഇങ്ങനെ അതെ ചേച്ചി പറഞ്ഞ പോലെ ലോഗോ കാണുന്ന പോലെ ഞാൻ പിടിച്ചിട്ട് നടക്കുള്ളൂ. അത് നിങ്ങൾ വാങ്ങിച്ചു. ഐ വാച്ച് വാങ്ങിച്ചു തരും. എത്ര രൂപയോ? നല്ലത് വേണമെങ്കിൽ ഒരു കിലോ ആപ്പിൾ വാങ്ങും. അത് പോയാലേ മൊത്തം അവൾക്ക് നിനക്കൊക്കെ ലാവിഷായിരിക്കും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടണതൊക്കെ നോക്കും. ഓക്കെ, സോ അമ്മ ഫുൾ ഹാപ്പിയാണ്. യെസ്. ഈ എക്സ്പ്രഷൻ ഇതെന്ത് എക്സ്പ്രഷനാണ്? വല്ല ബോധമുണ്ടപ്പോ എന്താ കാട്ടിയത്? അമ്മയ്ക്ക് കാണിച്ചു തരാം. അതിനകത്ത് നമുക്ക് ചിത്രം വരയ്ക്കാനൊക്കെ പറ്റും അമ്മ. നീ വരയ്ക്കുമോ? പെന്ന് വാങ്ങാനുണ്ട് ഇനി ഇതിൻ്റെ. അല്ല പെൻസിൽ, സോറി ആപ്പിളിൻ്റെ പെൻസിലാണ്, പെന്നല്ല. അത് തുറക്ക്. അതിൽ പെൻസിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. തുറക്ക്, കാണിച്ചു തരാം. ആ അവിടെ പെൻസിൽ വെക്കും. ആ പെൻസിൽ നാളെയാണ് എത്തുള്ളൂ. അപ്പം നാളെ പോയി പെൻസിൽ വാങ്ങും. ഹാപ്പി അല്ലേ നിങ്ങൾ രണ്ടാണോ? എന്തിന്? നിങ്ങളുടെ മോളല്ലേ വാങ്ങിയത്, ഞാനല്ലേ മോള്. ശരി ഗൈസ്, ഇവര് രണ്ടാളും ഞാൻ ഐപാഡ് വാങ്ങിച്ചത് നല്ല സന്തോഷത്തിലാണ്. ചിരിക്കി. ബാക്കി പപ്പ വന്നിട്ട് ഞാൻ കാണിച്ചുതരാം. ഓക്കെ ബൈ. എന്താണ് പപ്പ, എന്താണ് ഇവിടെ കണ്ടത്? ഇപ്പൊ എന്താ കണ്ടത്? ആപ്പിളിന്റെ മറ്റേ സാധനമായിരിക്കുക. എന്താ അതിന് കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു ലാപ്ടോപ്പ് ആയിരുന്നു നല്ലത്. അപ്പൊ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് നീ വാങ്ങുക. ദാറ്റ് ഈസ് ഗുഡ്. ഓക്കെ, നന്ദി. ചിത്രം വരയ്ക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ. അങ്ങനെ ചിത്രം വരയ്ക്കാൻ 50 പൈസന്റെ പെന്നും അല്ലെങ്കിൽ 5 രൂപ 50 പൈസന്റെ പെണ്ണ് നിങ്ങൾക്ക് ഈ കാലത്ത് അവിടെ പെന്നും കുറച്ച് പേപ്പറും പോരെ ആയിക്കോട്ടെ. ബന്ധം എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണം പറഞ്ഞാൽ കഷ്ടപ്പെടും. ഒന്നുമില്ല. അതെ, ഓരോ ആൾക്ക് ഓരോ മാതിരില്ല. 50,000 റുപ്യന്റെ ഷൂ ഇടുന്ന ആൾക്കാരുണ്ട്, 500 റുപ്യന്റെ ഷൂ ഇടുന്ന ആൾക്കാരുണ്ട്, 2,000 റുപ്യന്റെ ഷൂ ഇടുന്ന ആൾക്കാരുണ്ട്. ഡിപ്പെൻഡ് അപ്പോൺ ദ പോക്കറ്റ് വാട്ട് വി ഹാവ്. അതന്നല്ല ശരി. ഓ ശരി, ഞാൻ കൊണ്ടുവരാം എൻ്റെ ഐപാഡ്. അത് ഉള്ളിലാണ്. ഇത് വെട്ടി മാത്രമേ ഉള്ളൂ. ഞാൻ കവറൊക്കെ വാങ്ങിച്ചിട്ടു. നമുക്ക് കാണിച്ചു കൊടുക്കാം. കവർ ഇതാണ് എല്ലാവരും ഇടുക. കാരണം ചാരി വെച്ച് സിനിമ കാണാനും എന്തെങ്കിലും എഴുതാനൊക്കെ ആണ് തോന്നിട്ട് എൻ്റെ അടുത്ത്. ആയിക്കോട്ടെ, എന്താ എനിക്കതൊക്കെ തൊടാൻ പേടിയുണ്ട്. എനിക്കും കുറച്ച്. എൻ്റെ പെന്ന് വരും നാളെ. പെൻസിൽ ഇതിൽ എഴുതാനൊക്കെ കൈകൊണ്ട് തന്നെ എഴുതാം. അപ്പോൾ ഗൈസ്, അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലൊരു സാധനം ഞാൻ വാങ്ങി. ഞാൻ തന്നെ വാങ്ങി. ഇനി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇല്ലയെന്ന് വെച്ചാൽ കുട്ടി ഓരോ സാധനങ്ങൾ. പക്ഷേ അങ്ങനെ തോട്ട്ഫുള്ളായിട്ട് അങ്ങനെ വലിയ പറയാൻ കുറവാണ്. സോ അടുത്ത ബക്കറ്റ് ലിസ്റ്റിൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ കാണിക്കാം. ആൻഡ് എനിക്ക് നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്, ചില കുട്ടികളിപ്പോൾ വിചാരിക്കും ഓ തേജക്ക് എന്തെല്ലാം കിട്ടുന്നു. പക്ഷെ തേജക്ക് ഇതൊന്നും കിട്ടിയിട്ടുണ്ടായില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അതെ, എനിക്ക് വീട്ടിൽ നിന്ന് പപ്പ ഒന്ന് കൊടുക്കില്ല. വളരെ ഫ്രൂഗലായിട്ടാണ് വളർത്തിയത്. അതെ, നിങ്ങൾ എനിക്ക് ബസ്സിന് പോകുമ്പോൾ എത്ര രൂപ തരിക? 20. അല്ല 30. ശരിയാണ്. കാരണം ബസ്സിന് പോവും വേണം, ബാക്കി പൈസക്ക് എനിക്ക് സിപ്പപ്പ് വാങ്ങും വേണം. എന്നിട്ട് 10 രൂപ കൂടുതൽ ചോദിക്കണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കയ്യും കാലും. മണി ഈസ് ഹൈലി പവർഫുൾ. ഇറ്റ് വിൽ ഡിസ്ട്രോയ് ആളുകൾ എന്നാ പറയുക. അപ്പൊ അത് ഉപയോഗിക്കാൻ അറിയാതെ സമയത്ത് കിട്ടിയാൽ
അത് ഡിസ്ട്രോയ് ചെയ്യും. ഞാൻ എൻ്റെ 12th വരെ ഞാൻ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പൈസ ഇല്ല, ഞാൻ 10th ക്ലാസ്സിൽ അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഗൂഗിൾ പേന്റെ ആക്സസ് കഴിഞ്ഞത്, അതായത് അധ്വാനിച്ചിട്ടും എനിക്ക് അതിന്റെ ആക്സസ് കിട്ടിയിട്ടില്ല. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞ് 12th ബോർഡ് എക്സാമും കഴിഞ്ഞിട്ടാണ് എനിക്ക് ഗൂഗിൾ പേ ചെയ്തത്. അപ്പോഴാണ് ഞാൻ പൈസ ഉപയോഗിക്കുന്നത്. അതുവരെ ഞാൻ ഉണ്ടാക്കിയ പൈസ ഞാൻ തൊട്ടിട്ടില്ല. ഇങ്ങനെ ഫോൺ വാങ്ങുമ്പോൾ അമ്മ എനിക്ക് ഓക്കെ പറഞ്ഞ് പെർമിഷൻ തരുന്നല്ലാണ്ട് ഉണ്ടാക്കിയാലും ഒരു പ്രായം ആവട്ടെ, മെച്ചൂരിറ്റി വരട്ടെ എന്ന് എനിക്ക് തോന്നി. ചെലവാക്കുന്നത് വളരെ കുറച്ചാൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പൊ തേജ ഇപ്പോൾ ഓരോന്ന് വാങ്ങുന്നത് അല്ലെങ്കിൽ അവിടെയും ഇവിടെയും പോകുന്നത് ഇതൊക്കെ തേജ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഇറ്റ്സ് പാർട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, പാർട്ട് ഓഫ് ജോബ്. ഇപ്പം കുറച്ച് നമ്മൾ സന്തോഷത്തിന് ചെലവാക്കിയാലും കുഴപ്പമില്ല, നമുക്ക് അത് വീണ്ടും ജനറേറ്റ്. നീ ചെലവാക്കണേന് മുഴുവൻ വീഡിയോ എടുക്കണ്ടേ? അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്താണോ ഡ്രീം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക ഗൈസ്. എല്ലാ ഇൻപുട്ടിനും ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. സോ നിങ്ങൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ റോങ് ഇൻപുട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടത്ര ഇൻപുട്ട് കൊടുക്കുന്നില്ല. സോ അത് മനസ്സിലാക്കിയിട്ട് ആ കറക്റ്റ് ഇൻപുട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റണമെങ്കിൽ അവന്റെ പാഷൻ ആയിരിക്കണം അവരുടെ പ്രൊഫഷൻ. അതെ അതെ അതെ, പാപ്പ പറയുന്ന സാധനം ഇഷ്ടപ്പെട്ട സാധനം ചെയ്യുക, ഇല്ലെങ്കിൽ കഷ്ടപ്പെടേണ്ടവർ. ഇഷ്ടപ്പെട്ടത് ഫൈൻഡ് ഔട്ട് ചെയ്യണത് ഏതിൽ കൂടെ ആവരുത്, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വേറൊരു ഭാഗത്തുനിന്നുള്ള ഒപ്പീനിയൻ കേട്ടിട്ട്. ഞാൻ പറയുമെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ സെൽഫ് അനലൈസ് ചെയ്ത് ഒരു ഇപ്പൊ ചിലപ്പോൾ വീട്ടിൽ നിങ്ങളെ സോളോ ട്രിപ്പ് പോകാനൊന്നും സമ്മതിക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സോളോ ട്രിപ്പ് എന്നെ പോകണം എന്ന്. നമുക്ക് ഉള്ള സൗകര്യത്തിൽ ഏറ്റവും നല്ലത് അല്ല, എല്ലാവരുടെയും വീട്ടിൽ സമ്മതിക്കോ പപ്പ? ആരും നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല, ചിലരുടെ വീട്ടിൽ ഒന്നും സമ്മതിക്കാത്ത പേരൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്നെ സോളോ ട്രിപ്പ് വിട്ടത് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ പോട്ടെ ചോദിച്ചുകൊണ്ടെന്നല്ല. ഞാൻ ആ സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന സമയം, അല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന എൻ്റെ ആ ഒരു എല്ലാവരുടെ ആയിട്ടുള്ള ആ സോണിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടിരുന്നു. അപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നിട്ട് എന്തെങ്കിലും നമുക്ക് വേണം തോന്നുകയാണെങ്കിൽ നേടിയെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും ചെയ്യുന്നുള്ള അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇനിയിപ്പോൾ സെപ്പറേറ്റ് മോട്ടിവേഷൻ ക്ലാസ്സും ആണെങ്കിൽ ഞാനത് വേറെ ഇടാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തിട്ട് പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സൂപ്പർ ഗൈസ്.